തൃശൂർ റെയിൽവേ സ്റ്റേഷനിലുണ്ടായ വൻ തീപിടുത്തത്തിൽ 500ഓളം ബൈക്കുകൾ കത്തിനശിച്ചു. തൃശൂർ റെയിൽവേ സ്റ്റേഷനിലുണ്ടായ വൻ തീപിടുത്തത്തിൽ ട്രെയിൻ യാത്രക്കാർ പാർക്ക് ചെയ്തിരുന്ന 500-ലേറെ ബൈക്കുകൾ കത്തിനശിച്ചു. ഞായറാഴ്ച രാവിലെ 6:30-യോടെയാണ് തീപിടുത്തമുണ്ടായത്. റെയിൽവേ സ്റ്റേഷന് പുറകിലെ ഹോട്ടലിന് സമീപത്തെ ബൈക്ക് പാർക്കിംഗ് കേന്ദ്രത്തിലാണ് തീപിടുത്തം. ശക്തമായ കാറ്റുണ്ടായിരുന്നതിനാൽ മിനിറ്റുകൾക്കുള്ളിൽ മറ്റു വാഹനങ്ങളിലേക്കും തീ പടർന്നു. ഏറ്റവും അധികം ബൈക്കുകൾ പാർക്ക് ചെയ്തിരുന്ന 2ാം പ്ലാറ്റ്ഫോമിനോട് ചേർന്ന ഷീറ്റ് മേഞ്ഞ പാർക്കിംഗ് കേന്ദ്രത്തിലെ ബൈക്കുകൾ പൂർണ്ണമായി കത്തിനശിച്ചു. സമീപകാലത്ത് തൃശ്ശൂരിലുണ്ടായ ഏറ്റവും വലിയ തീപിടുത്തമാണിത്. സമീപത്തെ വലിയ മരത്തിലേക്കും തീ പടർന്നു. ആളപായമുണ്ടായില്ല. ടിക്കറ്റ് നൽകാനുണ്ടായിരുന്ന പാർക്കിംഗ് കേന്ദ്രത്തിലെ 2 സ്ത്രീ ജീവനക്കാർ ഓടി രക്ഷപ്പെട്ടു. തീപിടുത്തത്തിന്റെ ഭാഗമായുള്ള കറുത്ത പുക കിലോമീറ്ററുകൾ അകലെ നിന്നും കാണാമായിരുന്നു. ഞായറാഴ്ച അവധി ദിവസമായിരുന്നതിനാൽ വണ്ടികൾ കുറവായിരുന്നു. മറ്റു ദിവസങ്ങളിൽ 1000-ഓളം ബൈക്കുകൾ ഉണ്ടാവാറുണ്ടെന്നും ജീവനക്കാർ പറയുന്നു. 2ാം ഗേറ്റിലെ ടിക്കറ്റ് കൗണ്ടർ പൂർണ്ണമായി കത്തിനശിച്ചു. ട്രാക്കിനോട് ചേർന്നാണ് തീപിടുത്തമുണ്ടായതെങ്കിലും ട്രാക്കിലേക്ക് പടരാതിരുന്നതിനാൽ ട്രെയിൻ ഗതാഗതം തടസ്സപ്പെട്ടില്ല. ആദ്യ 2 ബൈക്കുകൾക്കാണ് തീ പിടിച്ചതെങ്കിലും പിന്നീട് തീ പടർന്നു പിടിച്ചു. തൃശൂരിലെ കൂടാതെ മറ്റ് ഫയർ സ്റ്റേഷനുകളിൽ നിന്നുമായി 5 യൂണിറ്റ് അഗ്നിശമന സേന എത്തി മണിക്കൂറുകൾ നീണ്ട കഠിന ശ്രമത്തിനൊടുവിലാണ് തീയണച്ചത്. കൂടുതൽ സ്ഥലങ്ങളിലേക്ക് തീ പടരാതിരിക്കാനും ഫയർഫോഴ്സും പോലീസും മുൻകരുതൽ സ്വീകരിച്ചു. പൊട്ടിത്തെറിക്കുന്നതിനാൽ കനത്ത ജാഗ്രതയിലാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. വാഹനങ്ങളിലെല്ലാം ഇന്ധനമുള്ളതിനാൽ തീയണയ്ക്കൽ ഏറെ ശ്രമകരമായിരുന്നു. ഇന്ധന ടാങ്കുകൾ പൊട്ടിത്തെറിച്ചതോടെ സമീപത്തേക്ക് അടുക്കാനായില്ല. കൂടുതൽ ഫയർ എഞ്ചിനുകൾ എത്തി ഏറെ പണിപ്പെട്ടാണ് തീയണച്ചത്. നിർത്തിയിട്ട ട്രെയിൻ എഞ്ചിനും തീപിടിച്ചു. റെയിൽവേ ലൈനിന്റെ മുകളിൽ നിന്ന് ബൈക്കിലേക്ക് തീ വീണതാണ് തീപിടുത്തത്തിന് കാരണമായതെന്നാണ് നിഗമനം. ബൈക്ക് മൂടിയിരുന്ന ഷീറ്റിന് മുകളിലേക്ക് തീ വീഴുകയും പെട്ടെന്ന് തീ പടരുകയുമായിരുന്നെന്നും പാർക്കിംഗ് ഏരിയയിലെ ടിക്കറ്റ് വിൽപ്പന ജീവനക്കാരി പറഞ്ഞു. തീ കെടുത്താൻ ശ്രമിച്ചെങ്കിലും ബൈക്കിന്റെ ടാങ്ക് പൊട്ടിത്തെറിച്ചതോടെ ഉടൻ പുറത്തേക്ക് ഓടി രക്ഷപ്പെട്ടു. തീ ഇത്രയും വലിയ തോതിൽ പടർന്നതിന് കാരണം റെയിൽവേ പാർക്കിങ്ങിന്റെ അനാസ്ഥയാണെന്ന് ആരോപണമുണ്ട്. ആ സമയത്ത് പാർക്കിങ്ങിൽ ഫയർ എക്സ്റ്റിങ്ക്യൂഷൻ ഉണ്ടായിരുന്നെങ്കിൽ തീപിടുത്തത്തിന്റെ വ്യാപ്തി കുറയ്ക്കാമായിരുന്നുവെന്നും യാത്രക്കാർ പറയുന്നു. കോർപ്പറേഷൻ അനുമതിയില്ലാതെയാണ് പാർക്കിംഗ് കേന്ദ്രം പ്രവർത്തിച്ചതെന്നും അധികൃതർ പറയുന്നു.